അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ മുരുദേശ്വർ യാത്രയിലേക്ക് ഇതാ ആരംഭിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ മൂകാംബികയിൽ നിന്ന് നേരെ മുരുദേശ്വറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുരുദേശ്വർ എടുക്കാറായി. ഇതാ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. കടലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ശിവൻ്റെ വലിയ ഒരു രൂപം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് ലിഫ്റ്റും ഒക്കെ ഉണ്ട്. നമുക്ക് ലിഫ്റ്റ് കയറിയാൽ അവർ മുകളിൽ എത്തിച്ച് തരും. ഞാൻ ലിഫ്റ്റിലൊന്നും കയറിയിട്ടില്ല. ഞങ്ങളിപ്പം അമ്പലത്തിൻ്റെ അതിലോട്ട് കയറി. അപ്പോൾ കുറേ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് എൻട്രൻസ് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനെ കയറി നോക്കിയപ്പം അവിടെ ഭക്ഷണശാലയിലേക്കാട്ടോ കയറി ചെന്നത്. വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട്. അപ്പം നമുക്ക് അവിടെ തന്നെ വഴിപാടാക്കാനും ഒക്കെ എല്ലാ സൗകര്യവും ഉണ്ട്. പ്രസാദവും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പം എന്താ പറയുക, ശനീശ്വരർ ഭഗവാനുണ്ട്, പിന്നെ ശിവഭഗവാനുണ്ട്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. കടലിനോട് ചേർന്നതായതുകൊണ്ട് തന്നെ നല്ല കാറ്റുമുണ്ട്. നമുക്ക് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഉച്ചയൊക്കെ ആണെങ്കിലും നമുക്ക് തീരെ ക്ഷീണം തോന്നുന്നില്ല. ആ വെയിലിൻ്റെ ചൂടോ ഒന്നും ആ കാറ്റുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ല. അപ്പോൾ കുറേ പേര് ഇവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും തൊഴുതു. പിന്നെ പുറത്തും ഒക്കെ കുറേ അമ്പലങ്ങളായിട്ടുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ തൊഴുതു. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കൂളാക്കിക്കൊണ്ടേയിരിക്കും അല്ലേ? യാത്രകൾ എപ്പോഴും നമ്മളെ മറ്റൊരു ലോകത്തേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഈ മുരുദേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ശാന്തസുന്ദരമായ ആ അറ്റ്മോസ്ഫിയർ അത് ആസ്വദിക്കാൻ നിങ്ങളും ഇവിടെ വരണം എന്നാണ് പറയുന്നത്. കാരണം അത് വന്നെങ്കിലേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചിലതൊക്കെ എത്ര പറഞ്ഞാലും അനുഭവിച്ചറിയുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് കണ്ണുകൊണ്ട് ആസ്വദിച്ച് കാണണേ ഇവിടെ വരിക. ശിവൻ്റെ വലിയ രൂപം ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാണ് ആ വലിയൊരു രൂപം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ വീഡിയോ അലോ ചെയ്യൂല. അങ്ങനെ മുരുദേശ്വർ എല്ലാം കണ്ടു ഞങ്ങൾ മടങ്ങുന്നു. അപ്പോൾ മുരുദേശ്വരൊക്കെ കണ്ടു മടങ്ങി നേരെ ഉടുപ്പിയിൽ വന്നു. ഞങ്ങൾ അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് നേരെ നമ്മുടെ നാട്ടിലോട്ട് തിരിക്കുന്ന വഴിക്ക് ഉടുപ്പിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു മഹാലക്ഷ്മിയുടെ ക്ഷേത്രം കണ്ടു. പുതിയൊരു ക്ഷേത്രമാണ്. നല്ല അടിപൊളി ക്ഷേത്രമാണ്. ക്ഷേത്രവും ക്ഷേത്രക്കുളവും വളരെ മനോഹാരിത നിറഞ്ഞത് തന്നെ ആയിരുന്നു. കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ മംഗലാപുരത്ത് നിന്ന് പാർസൽ വാങ്ങിച്ച് ഞങ്ങൾ സ്വസ്ഥമായൊരു ഇടത്തു നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്നൊന്ന് റിലാക്സായി. പിന്നീടും നമ്മൾ ഞങ്ങളുടെ യാത്രകൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ വരുന്ന വഴി ഒരു കണ്ണൂരോ കാസർഗോഡോ എത്തുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു ഹോട്ടൽ കണ്ടു. എല്ലാവരും ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യാത്രകൾ ഇനിയും അവസാനിക്കാതിരിക്കട്ടെ. ബൈ.